ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ രാവിലെ തന്നെ ഞാൻ എക്സാമിന് പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ കൊച്ചിനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ, അമ്മ വീട്ടിലുണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. വരാൻ നേരത്ത് ഓറഞ്ച് ഉടുപ്പിട്ട് അവൾക്കും പോകണം എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു മിഠായിയൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി. അപ്പോഴത്തേ പോവാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ അവളെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത്. കൊണ്ട് വല്ലാത്ത വിഷമമുണ്ട് മനസ്സിന്. എന്നാലും പോകാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പോവുകയാണേ. 10 മണിക്കാണ് ചെല്ലേണ്ടത്. ഇവിടുന്ന് 9 ആയപ്പോൾ ഞാൻ ഇറങ്ങി കേട്ടോ. മഴ മാറി നിൽക്കുന്ന സമയമാണിപ്പം. അപ്പം പോയിട്ട് വരട്ടെ. വന്നിട്ട് ഇവളെയും കൊണ്ട് പാലായ്ക്ക് പോകണം കേട്ടോ. കാരണം കൊച്ചിന് ചുമ കുറവില്ല. അപ്പം പാലായ്ക്ക് കൊണ്ടുപോകണം. പോയിട്ട് വന്നിട്ട് വൈകുന്നേരത്തെ ഒപ്പിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഞാൻ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒറ്റ ബസ് കിട്ടിയായിരുന്നു കേട്ടോ. ആ ഒറ്റ ബസ്സിന് കയറി ഞാൻ കോളേജിൻ്റെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. 10 മണിയാകുമ്പോൾ ചെന്നാൽ മതി. 9:45 ഞാൻ ചെല്ലും കേട്ടോ അവിടെ. അപ്പോൾ ഏകദേശം ഒരു 9:55 കൂടി ഞാൻ കോളേജിലെത്തി കേട്ടോ. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി കോളേജിലോട്ട് കയറി പോവാണേ. ഇനിയിപ്പോൾ എക്സാം എഴുതാൻ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. ഇനിയിപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ കുഞ്ഞിനെയും കൊണ്ട്. ചോറൊക്കെ കൊടുത്തിട്ടൊരു ഇപ്പോൾ സമയം 2:30 3:30 ആകുമ്പോഴത്തേനും ഇറങ്ങാമെന്ന് ഓർത്തേ. ഞാൻ പെട്ടെന്ന് പോവുകയാണേ. കോലമല്ല കേട്ടോ, വൈകുന്നേരം വരുമ്പോൾ. എക്സാം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പഠിച്ചതൊക്കെ ഏകദേശമൊക്കെ വന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പം പെട്ടെന്ന് ചെല്ലട്ടെ കേട്ടോ. പെട്ടെന്ന് എന്നിട്ട് വേണം. കാലാവസ്ഥ എന്തായാലും നല്ലതാണ് കേട്ടോ. മഴയൊന്നും പെയ്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി പോകാൻ നേരത്ത് മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. അപ്പം വേറെന്താ പറയാനുള്ളത്? വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നാളെ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ 6-ാം തീയതി ഉള്ളേ. അവളെ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ അവളുടെ കുറയത്തില്ല. ചെറുപ്പം തൊട്ടേ അവിടെയാണ് കാണിക്കുന്നത്, പാലായിലെ. അപ്പോൾ അവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ണി എന്നെടുക്കുവായിന്ന് അച്ഛനോട് കൂടെ ഇരുന്നോ? ഗുഡ് ഗേൾ. കുത്തിവെച്ചപ്പോൾ അമ്മയുണ്ടായിരുന്നല്ലോ എന്നോട് പറയാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണേ. ഞാനും എൻ്റെ അമ്മായിയമ്മയും കൊച്ചും ഒക്കെ ആയിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ. ആ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ ചെറുപ്പം തൊട്ടേ കാണിക്കുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ. വേറെ എവിടെ പോയാലും ഇവിടെ വരുമ്പോൾ ഉള്ള സന്തോഷവും ഹാപ്പിനെസ്സും ഒന്നും കുഞ്ഞിന് വേറെ എവിടെ ചെന്നാലും ഇല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ 2 മീനുകളുണ്ട് അക്വേറിയത്തിൽ. അത് പണ്ട് തൊട്ടേ ഉള്ള മീനുകളാണേ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അവളുടെ മുഖത്ത് നന്നായിട്ട് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ടോക്കൺ കിട്ടിയത് 5 ആയിരുന്നേ. അപ്പോൾ അത്രയും നേരം ഞാൻ ചുമ്മാ ഇങ്ങനെ മീനിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു കേട്ടോന്നേ. അപ്പം പിന്നെ ഡോക്ടറൊക്കെ കണ്ട് ഒരു മഴയായിരുന്നു. മഴയത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. മഴ കുറച്ച് കുറഞ്ഞായിരുന്നു ഇപ്പോൾ പോകാൻ നേരത്ത്. അപ്പം തിരിച്ചു പോവുകയാണ്. മഴയ്ക്ക് ഞങ്ങൾ ഓട്ടോയ്ക്ക് സ്റ്റാൻഡിലൊക്കെ വന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ബസ്സിൽ കയറിയത്. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, മഴയല്ലേ. അപ്പോൾ ഫോണൊന്നും എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നു കേട്ടോ. മരുന്ന് കിട്ടി, ആൻറ്റിബയോട്ടിക് കിട്ടി. കഫക്കെട്ട് കൂടിപ്പോയതായിരുന്നേ. അപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കിട്ടി. ഇങ്ങോട്ട് വാ. അപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കിട്ടി. ഞങ്ങളതേ വീട്ടിൽ വന്ന് കയറി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കടല